ഒരു സ്ത്രീയെ കിട്ടിയിരിക്കുന്നു. മനസ്സിലായല്ലോ? തലയിലെഴുത്ത് ഹസ്തരേഖ നോക്കി ആണോ റീഡ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സാധാരണക്കാരനാണ്. ഞാൻ എന്ത് ചെയ്യാറില്ല, അങ്ങനെയുള്ള കാലങ്ങളൊന്നും ആലോചിക്കാറില്ല. സാധാരണക്കാരായ വ്യക്തികൾ വരുന്നു, അവർക്ക് വേണ്ടതുപോലെയുള്ള, അതുപോലെ തന്നെ എപ്പോഴും ഒരു മാനസിക അസ്വസ്ഥത കാണിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം തന്നെ ഒരേ രീതിക്ക് പോയാൽ ഇവർക്ക് ഭയങ്കര ബോറടിയായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ഒരു ടാരോ കാർഡ് നമുക്ക് കിട്ടിയാൽ ഈ കാർഡിനോട് നമുക്കൊരു വിശ്വാസം വരണം. ഈ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു കാർഡ് കൂടി വയ്ക്കുക, എടുത്ത് വയ്ക്കുക. സ്ഥാപനം വികസിക്കുന്നതിനെ പറ്റി രാവിലെ ഞാൻ എന്റെ ചിന്തയിലുണ്ട്. ഇന്ന് വെച്ചിട്ട് കണ്ടോ, നൈറ്റ് ഓഫ് വാൻസ് ഇതൊരു വിദേശ കാർഡാണ്, ഇതിന്റെ സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ ഓഫീസ് എന്ത് ചെയ്യണം, ഒരു 2-3 ആക്കാനോ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എടുക്കാനോ, ഇല്ലെങ്കിൽ ഇത് വിദേശ രാജ്യ കാർഡും കൂടിയാ. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിദേശ ബന്ധവും കൂടി നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നമ്മൾ ഈ കാർഡ് എടുക്കുന്നു. ഈ ഒരു കാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോബ് ചേഞ്ച്, അല്ലെങ്കിൽ റെസിഡൻസി ചേഞ്ച്, അല്ലെങ്കിൽ ഓഫീസ് ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചിന്തിക്കുന്നൊരവസ്ഥയാണ്. ചേഞ്ച് മാറ്റമാണോ ഡെവലപ്മെന്റ് ആണോ? അത് നിങ്ങളുടെ ചിന്തയാണ്. എന്ന് വെച്ചാൽ ഇത് മാറ്റമാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു കാർഡ് കണ്ടിട്ട് ഇപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, വിദേശത്തുള്ള ആൾക്കാർ ചോദിക്കുക വിദേശത്ത് പോകുമോ എന്ന് ചോദിച്ചാൽ ഈ കാർഡ് കിട്ടിയാൽ നമ്മൾ പറയും നിങ്ങൾ വിദേശത്ത് പോകും, ഉറപ്പായി പോകും. പക്ഷെ ആ വിദേശത്ത് പോയിട്ട് രക്ഷപ്പെടണോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ ചോദിച്ചില്ലേ, ഡെവലപ്മെന്റ് ആണ്. അത് അടുത്ത കാർഡ് പറയും, വേറൊരു കാർഡ് എടുക്കും. അതൊക്കെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് കാർഡുകൾ എടുക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, വളരെ ക്ഷമയോടുകൂടി ഇത് വലിക്കും. ഒരാൾ വളരെ പെട്ടെന്ന് വലിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ആത്മാവ് എന്ത് ചെയ്യുന്നില്ല, ആ കാർഡിലോട്ട് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ ഞങ്ങൾ അവരുടെ വളരെ നിർത്തും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണായിട്ടാണ് അയാൾ. ഈ ഫണ്ണായിട്ട് വലിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഈവന്റ് മാനേജ്മെന്റുകൾ പോകുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഡീപ്പ് ആവശ്യമില്ല, അവർ ചുമ്മാ ഇട്ട് തരും. അപ്പൊ ഇത് ഇട്ട് തരുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഒന്നില്ലെങ്കിൽ ആ പറയുന്ന ആൾ എന്ത് ചെയ്യില്ല, ചുമ്മാ എടുത്തു തരും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കാർഡ് എന്ത് ചെയ്യും, സൂക്ഷിച്ചോണം കേട്ടോ. ക്യൂനോ വാൻസ് തിരിച്ചു വന്നിരിക്കുകയാണ്, ഒരു സ്ത്രീയെ കിട്ടിയിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇത് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യവും. ഈ ക്യൂനോ വാൻസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ പൂച്ചയെ കണ്ട, മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിവിടെ എന്താ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തുള്ള പോക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യില്ല, ഇച്ചിരി തടസ്സങ്ങളെ കാണിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക് ഇല്ലേ, ഡീപ്പായിട്ട് പറയാൻ പറ്റില്ലല്ലോ. പബ്ലിക്കായിട്ട് പോകേണ്ട കാര്യമില്ല, നമുക്ക് ഇങ്ങനെ പറയാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്ത്രീകളെ അപമാനിച്ചോ എന്നൊക്കെ പറയും. അതാരെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് ഭാര്യയാണോ നിർബന്ധം ഇല്ലല്ലോ. ഏതെങ്കിലും സ്ത്രീ അമ്മയാകാം, മറ്റാരെങ്കിലും ആകാം. എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതും ആകാം. അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ലല്ലോ. ഇല്ലെങ്കിൽ ആ കാർഡ് എടുക്കേണ്ട കാര്യമില്ല. ലവിന്റെ കാര്യമൊന്നും പറയാതെ എന്നെ ഭാഗ്യം. അപ്പൊ ഈ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഡെവലപ്മെന്റ് കിട്ടിയെന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആ ഒരു കാർഡ് തിരിച്ചാ വന്നേ. അത് സാധാരണ കോർട്ട് കാർഡിൽ പെടുന്ന ഒരു കാർഡാണ്. അപ്പൊ വ്യക്തിപരമായി എന്തുണ്ട്, ആ എടുത്തൊരു കാർഡുണ്ട്. ആ വ്യക്തിപരമായ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്ഥാപനത്തിൽ തന്നെ ആയിരുന്നു തോന്നുന്നു. നിങ്ങൾ ഡെവലപ്മെന്റിന്റെ ഭാഗ്യമായിട്ട് നല്ല ഒരു ഒന്നാം തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ, നല്ല കഴിവുള്ള ആരെങ്കിലും സ്ത്രീകൾ ഉണ്ടായിരുന്നോ, ഇവിടെ എന്തെങ്കിലും ജോലിക്കുണ്ടായിരുന്നു? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഉണ്ടോ? അപ്പൊ ആരും ഇല്ല. അല്ലെങ്കിൽ ആരെങ്കിലും അല്ല, പിന്നെ ഒരു സ്ത്രീയെ കാണിക്കേണ്ട കാര്യം എന്താണത്? അത് പോട്ടെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നമ്മുടെ കൂടെ തന്നെ. സന്തോഷം, വളരെ സന്തോഷം. സാധാരണ ആ ഒരു കാർഡ് തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ ആ കാർഡ് പറയുന്ന ആ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെയാണ് സൂചിപ്പിക്കുക. സാമ്പത്തിക മേഖല അതുപോലെ ഇപ്പൊ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതായിരിക്കാം ചിലപ്പോൾ. അപ്പൊ നമ്മൾ ഡീപ്പ് കിട്ടുമ്പോഴത്തേക്ക് സ്പ്രെഡിലൂടെ പറയുമ്പോൾ നമുക്ക് ഇത് പറയും. ഇതാണ് ടാരോ റീഡിങ്ങിന്റെ ഒരു ഫോർമാറ്റ്. ഞാനത് പൂർണ്ണ പ്രേക്ഷകരോട് പറഞ്ഞതാണ്, ഞാനത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്തതാണ്. കാര്യം എനിക്ക് വിശ്വാസമുള്ള ഒരു കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഇതുപോലെ പരീക്ഷണം എന്ന് പറയില്ല, ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാറുള്ളൂ. അപ്പോൾ ഈ ടാരോ റീഡിങ് എത്ര വർഷം കൊണ്ട് ടാരോ റീഡിങ് ചെയ്തു? സാധാരണ ടാറോ റീഡിങ് പഠിക്കണമെങ്കിൽ ഇപ്പം എല്ലാവരും ഫോണിൽ കൊണ്ട് വിളിച്ചിട്ട് പറയും, സാർ എന്നെ പഠിപ്പിക്കാമോ? 6000, 7000, 30,000 രൂപ മേടിച്ചിട്ട് പല ആൾക്കാരും 18 ദിവസം, 12 ദിവസം കൊണ്ട് പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്.
യഥാർത്ഥത്തിൽ നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ടാരോ കാർഡ് നമുക്ക് കിട്ടിയാൽ ഈ കാർഡിനോട് നമുക്കൊരു വിശ്വാസം വരണം. ഈ വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ കാർഡുകളും നമ്മൾക്ക് ജീവിതത്തിൽ അതിന് അനുഭവങ്ങൾ തരുന്നുണ്ടോ എന്ന് നമുക്കൊരു വിശ്വാസം വരണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം എൻ്റെ വിവാഹം കഴിച്ചതിന് ശേഷം കഴിഞ്ഞ് കാർഡ് റീഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു കാർഡ് എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, എടി ഒരാഴ്ച അല്ല 1.5 ആഴ്ച കഴിയുമ്പോൾ നിന്നെ തേടി എന്ത് ചെയ്യും? ഒരാളെത്തും. പക്ഷെ അത് നിന്റെ ബന്ധുക്കളൊന്നും ആയിരിക്കില്ല. 1.5 ആഴ്ച കൊണ്ട് എത്തുമെന്ന് പറഞ്ഞു. ഈ 1.5 ആഴ്ച കൊണ്ട് ഇയാൾ എത്തുമെന്ന് ഞാൻ പറയുന്നത് ഈ കാർഡിലുള്ള എൻ്റെ വിശ്വാസമാണ്. എനിക്ക് അനുഭവമുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടും എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ വൈഫ് ഓരോ ദിവസം കൂട്ടാൻ തുടങ്ങി. ഇന്ന് വന്നില്ല, നാളെ വന്നില്ല, മറ്റന്നാൾ വന്നില്ല, അതിൻ്റെ നാളെ വന്നില്ല എന്ന് പറയും. പക്ഷെ ആ കൃത്യമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ എന്ത് ചെയ്തു? ആ വിവാഹത്തിന് തേടിയെത്തി അവിടെ വന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ കാർഡുകൾ പഠിക്കണമെങ്കിൽ ഡെയിലി ഓരോ കാർഡുകൾ എടുത്ത് ആ കാർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ അനുഭവങ്ങൾ കുറിച്ചു വച്ചു അങ്ങനെ ഡെയിലി എടുത്ത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് നമുക്ക് ആ കാർഡുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമാണെന്ന് നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസം വരുമ്പോൾ ഊരുറപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എടുത്ത് ഇന്ന കേസാണെന്ന് പറയുമ്പോൾ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങൾ ഇന്ന പ്രശ്നമാണെന്ന് പറയാൻ നമുക്കൊരു ബിലീവ് സിസ്റ്റം ഇവിടെ ഉണ്ടാകണം. അപ്പം ആ ഒരു സിസ്റ്റം ഉണ്ടാകും കഴിഞ്ഞാൽ ഈ കാർഡ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അത് ചില വ്യക്തികൾക്ക് കുറേ നാൾ പിടിക്കും, ചില ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ചെയ്യും, ചില ആൾക്കാർക്ക് എന്ത് പറയും, ചില ആൾക്കാർ മടുത്തു പോകും, വിട്ടിട്ട് പോകും. ഇങ്ങനത്തെ ഒരു അവസ്ഥകളായിട്ട് വരും. അതുകൊണ്ട് ഇതിന് പഠിക്കുക എന്നുള്ളത് അവരവരുടെ കഴിവാണ്. മനസ്സിലായി. ഈ ഹസ്തരേഖാശാസ്ത്രം ഒരിക്കലൊരു അതിഥി ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, ഈ കുട്ടി ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുമ്പോൾ കൈകൾ തലച്ചോറിനോട് ചേർന്നാണ്, തലയോട്ടികൾ ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് കൈകൾ തലച്ചോറിനോട് ചേർന്നാണ് ഉണ്ടാകുന്നത്. ആ തലച്ചോറിലെ അതേ അടയാളങ്ങളാണ് കൈവെള്ളയിൽ ഉണ്ടാകുക. കഴിഞ്ഞ ദിവസം മറ്റൊരു അതിഥി നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, തലയോട്ടി മാറ്റം ചെയ്ത് നോക്കിയാൽ ആ തലയോട്ടിക്കുള്ളിൽ തലച്ചോറിൻ്റെതായ രേഖകൾ കാണാൻ സാധിക്കും. സദൽ ഈ തലയിലെഴുത്ത് ഹസ്തരേഖ നോക്കി ആണോ റീഡ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പുറകിലുള്ള ശാസ്ത്രീയ വശങ്ങളൊന്നും ഞാൻ തിരക്കാറില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഡ്രൈവർ അത്രയേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. ഹസ്തരേഖ കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു വ്യക്തിയുടെ കൈപ്പത്തി എടുക്കും. ഈ കൈപ്പത്തിക്ക് ഓരോ ചിഹ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം ഈ കൈപ്പത്തി എടുക്കും, ഏതെങ്കിലും കൈ. ഈ കൈയുടെ പ്രത്യേകത താഴത്തെ ഇവിടെ വീതി കൂടി ഇവിടെ വീതി കുറഞ്ഞതാണ്. ഇത് ചട്ടുകാകൃതി എന്ന് പറയുന്ന ഒരു കൈയുടെ ഒരു സിസ്റ്റമാണ്. ഇങ്ങനെയുള്ളവർക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എപ്പോഴും ബിസിനസിനെ കുറിച്ച് ചിന്തിക്കുക, അതുപോലെ തന്നെ എപ്പോഴും ഒരു മാനസിക അസ്വസ്ഥത കാണിക്കുക, അതുപോലെ തന്നെ ഒരു കാര്യം തന്നെ ഒരേ രീതിക്ക് പോയാൽ ഇവർക്ക് ഭയങ്കര ബോറടിയായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണം. ആ മാറ്റവും അതുപോലെ പുതിയ ചിന്താഗതികളും പുതിയ നിലപാടുകളും ആണ് ആ ഒരു കൈയുടെ. ആ ഒരു കൈപ്പത്തിയുടെ ചിഹ്നം വെച്ചതിന് ശേഷം അതിൻ്റെ ആകൃതി ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം കഴിഞ്ഞിട്ട് അതിനകത്ത് പറയുന്ന രേഖകൾ അനുസരിച്ച് പിന്നെ അതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കൈരേഖ നമ്മൾ എടുക്കുന്നു, കണ്ണാടി എടുത്തോളാം. അപ്പൊ തീർച്ചയായിട്ടും ഈ കൈയുടെ രേഖ കണ്ടോ, ഇത് കണ്ടോ, ഈ രേഖയ്ക്ക് വളരെയേറെ നീളമുണ്ട്. ഇപ്പോൾ ഒരാൾ കാർഡ് റീഡ് നോക്കുന്നു, ഇപ്പൊ ഇവിടെ പ്രണയത്തിന്റെ കാർഡ് എടുക്കുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ എന്ന് പറഞ്ഞാൽ തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അത് സ്വന്തമാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു 10 പേരെ എടുത്താൽ ഒരു 7 പേരും പ്രണയവിവാഹമായിരിക്കും. മനസ്സിലായല്ലോ? ഈ കാർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കണ്ടോ, നോക്കിക്കേ, ഹൃദയരേഖയുടെ നീളം കണ്ടോ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ തനിക്ക് ഏറ്റവും മനസ്സിലുള്ളത് എന്താണോ അതിന്റെ ഒരു ഔട്ട്പുട്ടിന് വേണ്ടി അങ്ങേയറ്റം വരെ എന്ത് ചെയ്യും, അത് കിട്ടാതെ ഒരു സംതൃപ്തി വരികയില്ല. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഒരാൾ കാർഡ് എടുക്കുന്നു, കാർഡ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും, ആ കാർഡ് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ വിഷയം ഏതാണെന്നുള്ളത് നമുക്കൊരു ഉയർപ്പിച്ച് പറയാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഇവർ പറയുന്നത് പോലെ അതാണ് കൈരേഖ എന്ന് പറയുന്നത്. ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ എന്ത് ചെയ്യാറില്ല, അങ്ങനെയുള്ള തലങ്ങളൊന്നും ആലോചിക്കാറില്ല. സാധാരണക്കാരായ വ്യക്തികൾ വരുന്നു, അവർക്ക് വേണ്ടതുപോലെയുള്ള വലിയതൊന്നും ഇല്ലാതെ പറഞ്ഞു കൊടുക്കും. ഇതിൽ എഴുതിപ്പെട്ടിരിക്കുന്ന ഒരു ശാസ്ത്രം പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞു കൊടുക്കും. ഞാൻ ഡ്രൈവർ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാറില്ല,
ഞാൻ അങ്ങനെ വലിയ ചിന്തകളിലേക്ക് പോകുന്നു. അങ്ങനെ ഒന്നുള്ള പരിപാടിയൊന്നും കൈവെള്ളയിൽ രേഖകളുണ്ട്, ആ രേഖകൾ പറഞ്ഞു കൊടുക്കും. അല്ലാതെ ഇവര് പറഞ്ഞ പോലെ അതൊന്നുമല്ല. ഞാൻ സാധാരണക്കാരനാണ്. അതുപോലെ തന്നെ ആരും എന്ത് ചെയ്യാറില്ല. ചില വ്യക്തികൾ പറഞ്ഞാൽ അത് നടത്തി തരൂ, ഇത് നടത്തി തരൂ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാണുന്നത് പറയാം.